10 വർഷത്തിൽ കൂടുതൽ ഒരു മുന്നണിക്ക് അധികാര തുടർച്ച നൽകുന്നത് വളരെ വിരളമാണ്. അത്തരത്തിൽ സംഭവം കഴിഞ്ഞ 30 കൊല്ലത്തിനിടയിൽ നടന്നിട്ടില്ല. ആ ഒരു പ്രതീക്ഷ ശക്തമായി തന്നെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരുന്നതും. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ദക്ഷിണ മേഖലകളിലും അതിശക്തമായി ഇന്ത്യ മുന്നണിക്ക് ലീഡ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. എന്നാൽ ഉത്തരേന്ത്യയുടെ കാര്യം അങ്ങനെയാണോ എന്ന ചോദ്യമുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ വോട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ, അതും അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അരുണാചൽ പ്രദേശ് അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും BJPയുടെ ആധിപത്യം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. 370 സീറ്റുകൾ ഇന്ത്യൻ പാർലമെന്റിൽ BJP ഒറ്റയ്ക്ക് നേടും എന്ന് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പാർലമെന്റിൽ വെച്ച് തന്നെ പറഞ്ഞ കാര്യം ഏവരെയും ശ്രദ്ധാപൂർവം ഒരു കാര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. വെറും വാക്ക് പറയുന്ന വ്യക്തിയല്ല നരേന്ദ്രമോദി. ഒറ്റയ്ക്ക് 2014 ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തിച്ചു. 2019 ആയപ്പോൾ അത് 303 സീറ്റ് എന്ന മാജിക് ഫിഗറിലേക്ക് എത്തിച്ചു. ഇപ്പോൾ 370 എന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ തീവ്രമായി ശ്രമിക്കുന്നു. ഈ ശ്രമങ്ങൾ വിഫലമാക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ തീരുമാനം എന്നത് ഒറ്റക്കെട്ടായി പോരാട്ടത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പാർട്ടികളുടെ നീണ്ട ഒരു നിര തന്നെ ഉണ്ട്. അവരെല്ലാം കൂടി കൂടുമ്പോൾ ആ വോട്ട് ഷെയർ കൃത്യമായി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുമോ, അതോ BJPയുടെ ശക്തി 10 മടങ്ങായി വർദ്ധിക്കുമോ? കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ കൂടി. എന്നാൽ 2014 കേവലം 31% മാത്രമായിരുന്നു BJPയുടെ വോട്ട് ഷെയർ. അതായത് 69% വോട്ട് ഷെയറും BJP ഇതര കക്ഷികൾക്കാണ് എന്നുള്ളത് കൃത്യമായി കോൺഗ്രസ് അന്നും എടുത്തു പറഞ്ഞിരുന്നു. മുഖ്യ പ്രതിപക്ഷം പോലും 2014 2019 ആവാൻ കഴിയാതിരുന്ന കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരിക എന്നുള്ളത് അസംഭവ്യമാണ് എന്ന് BJP നേതാക്കൾ പരസ്യമായി പറയുമ്പോൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എന്നത് തിരിച്ചു വരാൻ ജനങ്ങളിലേക്ക് ഒരു ഭരണവിരുദ്ധത അതിശക്തമായി ആളിക്കത്തുകയാണെങ്കിൽ എന്തും സംഭവിക്കാം, അടിയൊഴുക്കായി എന്തും സംഭവിക്കാം. അതുതന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നത്. UPയിലോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലോ സഖ്യം രൂപീകരിച്ചത് കൊണ്ട് മാത്രമായില്ല. അത് തെരഞ്ഞെടുപ്പിലേക്ക് വർക്കൗട്ട് ആകണമെങ്കിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെ നടക്കണം, ജനങ്ങളിലേക്ക് എത്തണം. ജനങ്ങളിലേക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ, പ്രചരണം, അതൊക്കെ ആവിഷ്കരിക്കേണ്ടതായി ഉണ്ട്.